കഴിഞ്ഞ ദിവസം ഞാനിട്ട് ഏതോ ഒരു വീഡിയോയുടെ താഴെ ഗ്രീൻ പീസിൻ്റെ റെസിപ്പി ഇടാമോയെന്ന് ചോദിച്ചിട്ട് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് രാവിലെ. അപ്പോൾ ഇന്ന് ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സോക്ക് ചെയ്തും എടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് എൻ്റെ കയ്യിൽ ക്യാരറ്റും പിന്നെ ഉരുളക്കിഴങ്ങും ഒരു സവാളയും 2 പച്ചമുളകുമാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മറ്റേ ബീൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. അത് കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എൻ്റെ കയ്യിലുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചു വിടാം കേട്ടോ. അപ്പോൾ എൻ്റെത് ഫ്രോസൺ ആയതുകൊണ്ടാണ് ഞാൻ വെജിറ്റബിൾസ് മാത്രം ഇടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ പീസും കൂടി ഇട്ടിട്ട് ഒരുമിച്ച് ഒരു 3-4 വിസിൽ വരുന്നതോടെ കുക്ക് ചെയ്യാം. ഇത് ഞാനിപ്പോൾ 2 വിസിൽ കേൾപ്പിച്ചിട്ട് പിന്നെ ഇനി ഗ്രീൻ പീസ് ഇട്ടിട്ട് ഒറ്റ വിസിലും കൂടെ കേൾപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കടുക് വറുക്കാനുള്ള പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക്, വറ്റൽമുളക്, ഉള്ളി, കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു ലേശം മുളക് പൊടി, ലേശം മല്ലിപ്പൊടി, പിന്നെ കറിവേപ്പില ലാസ്റ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി, ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം. മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഒരു കുഞ്ഞ് സ്പൂണിലൊരു അര ടീസ്പൂണോളം ചേർത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ ഒരു കളറൊന്നും കിട്ടത്തില്ല. പിന്നെ ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ചേർത്താണ്, ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദോശയുടെ കൂടെയാണ് കഴിക്കുന്നത്. നിങ്ങൾക്ക് പൂരിയോ ചപ്പാത്തിയോ ഇടിയപ്പോ അങ്ങനെ എന്തെങ്കിലും കൂട്ടി കഴിക്കാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.